ഹലോ നമസ്കാരം. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് കരുതുന്നു. കാര്യങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ചെറിയ ഒരു കാര്യമാണെങ്കിലും ഇതിനെക്കുറിച്ച് ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്തതോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ, ചെറുതോ വലുതാവട്ടെ, ആ കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ നിൽക്കില്ല. അപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഉദാഹരണ സഹിതം ഇത് എവിടെ ഉപയോഗപ്പെടുത്തുന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഒരു ഉദാഹരണ സഹിതം നമ്മൾ ഈ കാര്യങ്ങൾ ഒന്നും കൂടി വ്യക്തമാക്കും. അപ്പോൾ ഈ വീഡിയോ അതിനു വേണ്ടിയിട്ടാണ്, ആ സംശയങ്ങൾ തീർക്കാനും ലഘൂകരിക്കുവാനും കൂടുതൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒന്നിന് പറയാം, ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ UAE, ഞാനിപ്പോൾ ഉള്ളത് UAEയിലാണ്. UAEയിൽ കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ഇത് ഉപയോഗിക്കുന്നില്ല എങ്കിലും ചെറിയ ഒരു ഭാഗത്ത് ഈ റെമിറ്റ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതകൾ വരാനും സാധ്യതയുണ്ട്, വന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഫംഗ്ഷനുകൾ ചില ഏരിയകളിലാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഇത് ഒന്നും കൂടി കൂടുതൽ വിശദമായി ഈ UAE കോർപ്പറേറ്റ് ടാക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ച് വിശദമായ ഒരു എക്സാമ്പിൾ സഹിതം വിശദമാക്കാം. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് അറിയാം, ഇന്നലെ പറഞ്ഞ മുൻ വീഡിയോ കണ്ടുവന്നിരുന്നത് എന്തായാലും ഒന്നും കൂടി പറയാം. ഇത് എബിറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് ഇതെല്ലാം ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുൻപ് എന്താണ് ഏൺ ചെയ്തത്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണുള്ളത് നമ്മൾ ഒരു ഉദാഹരണ സഹിതം പറയാം. അപ്പോൾ ബേസിക്കായിട്ട് ഇത് മനസ്സിലായില്ല നിങ്ങൾക്ക്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് എന്തിനാണെന്നും പറഞ്ഞു. നമ്മുടെ കോർ, ഈ ഒരു ബിസിനസ്സിൻ്റെ കോർ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തുകൊണ്ടാണെന്നും പറഞ്ഞു. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ ഒരു സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ലോസ് ഒക്കെ നോക്കുമ്പോൾ ഇത്രയും ഈ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുമ്പോൾ വലിയ ബിസിനസ് ഉണ്ടായിരിക്കും, നല്ല വോള്യത്തിൻ്റെ ബിസിനസ് ഉണ്ടായിരിക്കും, ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഇതെല്ലാം ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വളരെ തുച്ഛമായ പൈസ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, ആ ബിസിനസ്സിന് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പ്രോഫിറ്റ് നോക്കിയിട്ട് നമുക്ക് ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത്, കോർ എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തത് എബിറ്റ എന്താണുള്ളത്, ഏകദേശ രൂപം. ഇപ്പം ഈ വീഡിയോ കണ്ടതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇനി അടുത്തതൊരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ, ഇത് എവിടെയെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് ഇത് വിശദമാക്കി തരാം. അപ്പോൾ എബിറ്റ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറയാം, ഏർണിംഗ് ബിഫോർ, അതായത് നമ്മൾ ഒഴിവാക്കുന്നതിന് മുൻപേ, ഏതെല്ലാം ഒഴിവാക്കുന്നതിന് മുൻപേ, ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് മുൻപേ ഉള്ള എമൗണ്ട്, കോർ, നമ്മുടെ ബിസിനസ്സിൻ്റെ കോർ എമൗണ്ട് എത്രയാണ് ഉള്ളതാണ്. ബാക്കിയുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ ഡിഡക്റ്റ് ചെയ്യും. ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ ലിസ്റ്റിലുള്ള ഡെറ്റ് ഒഴിവാക്കാതെ, ഡിഡക്റ്റ് ചെയ്യാതെ ഉള്ള സ്ട്രെങ്ത്, എത്രത്തോളം സ്ട്രെങ്ത്താണ് നമ്മളെ കമ്പനിക്ക് ഉള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപരേഖ, അല്ലെങ്കിൽ അതിനുള്ളൊരു ഫങ്ഷനാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത്, അക്കൗണ്ട്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളോട് കൂടി നമുക്കിത് വിശദമായി തരാം, ഒന്നുകൂടി വിശദമാകും. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി, ഈ കമ്പനിയുടെ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1 മില്യനാണ് റവന്യൂ എന്ന് കരുതുന്നത്. നമുക്ക് 1 മില്യൺ റവന്യൂ ഉള്ള ഒരു കമ്പനിയാണ് നമ്മൾ ഈ ഉദാഹരണത്തിൽ പറയുന്നത്, എക്സാമ്പിൾ പറയുന്നത് 1 മില്യൺ. അതിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 lakhs. ഓക്കെ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 6 lakhs. 1 മില്യൺ റവന്യൂ ഉണ്ട്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 6 lakhs ഉണ്ട്. അതിൽ ഡിപ്രീസിയേഷൻ നമ്മളെ കമ്പനിക്ക് ഉള്ളത് 50,000. ഓക്കെ, ഡിപ്രീസിയേഷൻ ഉള്ളത്. പിന്നെ ഉള്ളത് നമുക്കുള്ളത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, നമ്മുടെ ലോണുകളായിട്ടോ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇൻട്രസ്റ്റ്, അത് നമ്മുടെ എക്സ്പെൻസ് നമുക്ക് വലിയൊരു എമൗണ്ട് വരുന്നുണ്ട്, ഈ കമ്പനിക്ക് വരുന്നുണ്ട്. അത് 1,20,000, 1,20,000. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 1,20,000. ഇത്രയാണ് നമ്മുടെ കമ്പനിയുടെ ഒരു
ചുരുക്കം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ കമ്പനിയിൽ നമ്മളിപ്പോൾ എബിറ്റ എന്നുള്ളൊരു ഫംഗ്ഷൻ എവിടെയാണ് ആവശ്യം വരിക? നമ്മളിപ്പോൾ ഒരു കോർപ്പറേറ്റ് ടാക്സിന് അറിയാം, നമുക്ക് UAE കോർപ്പറേറ്റ് ടാക്സിന് എത്രയാണ് അതിൻ്റെ ത്രെഷോൾഡ് ഉള്ളത്, അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണുള്ളത് നമുക്കറിയാം. 9% നമ്മളെ പ്രോഫിറ്റിൽ നിന്ന് നമ്മളെ ത്രെഷോൾഡ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിൻ്റെ 9% നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടത്. അതായത് ഗവൺമെൻറ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FTA കൊടുക്കേണ്ടത്, കോർപ്പറേറ്റ് ടാക്സ് അതോറിറ്റിക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ എവിടെയാണ് ഈ ഒരു എബിറ്റ എന്നുള്ള സംവിധാനം കൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യാനുള്ളത്? അപ്പോൾ എബിറ്റ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ റവന്യൂവിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യാം? റവന്യൂവിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. 1 million ആണ് നമ്മുടെ റവന്യൂ, 6 lakhs ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ 1 million 6 lakhs ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 lakhs. 4 lakhs ആണ് നമ്മുടെ ഈ ഒരു 1 million 6 lakhs ഓപ്പറേറ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് എമൗണ്ട് തന്നെ 4 lakhs ആണ്. ഇവിടെ വരുന്നത് ഡിപ്രീസിയേഷനും ആണ്, പിന്നെ ഇൻട്രസ്റ്റ് എക്സ്പെൻസും ആണ്. അപ്പോൾ നമുക്കറിയാം ഇതിൽ നമ്മൾ ഈ എബിറ്റ കാൽക്കുലേഷനിൽ ഒരിക്കലും ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പിന്നുള്ളതാണ് എന്താണ് നമ്മളെ എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ് വരുന്നത് 1,20,000. അപ്പോൾ നമ്മൾ ഇതൊരു എക്സ്പെൻസ് ആണല്ലോ, കോർപ്പറേറ്റ് ടാക്സിന് നമുക്ക് എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യാം. പക്ഷേ ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂൾ ഉണ്ട്. ആ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30% ആണ് നമ്മൾ ഇതിൻ്റെ ഡിഡക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ എബിറ്റ മെത്തേഡിൽ നമ്മൾ ഇപ്പോൾ കണ്ടപ്പോൾ ഈ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഈ ഒരു എമൗണ്ട്, ഈ എമൗണ്ടിൻ്റെ 30% ആണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷനിൽ 4 ലക്ഷത്തിൽ നിന്ന് നമുക്ക് 30% എബിറ്റ മെത്തേഡ് ഉപയോഗിച്ചത് കാരണം ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്രയാണ്? 1,20,000. അപ്പോൾ 4 ലക്ഷത്തിൻ്റെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,20,000 ആണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ കഴിയുക. ഏത്? ഈ എബിറ്റ മെത്തേഡ് വെച്ചിട്ട് നമ്മുടെ റവന്യൂ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യും. ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ 1 million 6 lakhs ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 lakhs കിട്ടും. ഈ 4 lakhsന് നമ്മളിവിടെ ഒരു 1,20,000 എന്തുണ്ട്, നമുക്കൊരു ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ട്. അതിൽ നിന്ന് എത്ര കുറയ്ക്കാമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തോ നമുക്കിവിടെ 4 ലക്ഷം ആയതുകൊണ്ട് തന്നെ 30% എന്ന് പറയുമ്പോൾ 1,20,000 ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എക്സ്പെൻസിലേക്ക് വെച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാൻ കഴിയും. നമുക്കിപ്പോൾ ഈ ഒരു എക്സ്പെൻസ് നമുക്ക് മുഴുവനായിട്ടും നമുക്ക് ഈ കോർപ്പറേറ്റ് ടാക്സിൽ ഉൾപ്പെടുത്താൻ കഴിയും. എനിവേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 1,20,000 എന്നുള്ളത് 1,50,000 കരുതാം, ഒരു ഉദാഹരണത്തിന് കരുതാം. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷനിൽ ഇപ്പോൾ 4 lakhs വന്നുകൊണ്ട് വളരെ ഈ ഒരു കാൽക്കുലേഷൻ കറക്റ്റായി 30% എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു. പക്ഷേ എല്ലായ്പ്പോഴും ഇങ്ങനെ വരില്ലല്ലോ, ചിലപ്പോൾ കുറയാം കൂടാം. അപ്പോൾ 1,50,000 ആയിരുന്നെങ്കിൽ ഈ ഒരു കാൽക്കുലേഷനിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 1,50,000 ആണെങ്കിൽ 4 lakhsന്റെ 30% വരുന്നത് 1,20,000. പക്ഷെ നമുക്കിവിടെ 1,50,000 ആണ്. സപ്പോസ് 1,50,000 ആണെന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് 1,20,000 ആണ്. നമ്മളൊരു എക്സാമ്പിൾ കാണിച്ച 1,50,000 ആണെങ്കിൽ നമുക്കിവിടെ 4 ലക്ഷത്തിൻ്റെ 30% എന്ന് പറഞ്ഞാൽ 1,20,000 ആണുള്ളത്. അത്രേ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. ബാക്കിയുള്ള 30, ഈ 1,50,000 ആണെങ്കിൽ ബാക്കിയുള്ള 30,000 എന്താ വെച്ചാൽ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് അടുത്ത സബ്മിഷനിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ എന്തിനാണ് നമ്മളിപ്പോൾ എബിറ്റ ഉപയോഗിക്കുന്നതിനിപ്പോൾ ഏകദേശം വ്യക്തത വന്നില്ലേ? കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 9% നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കാൻ നമുക്ക് സബ്മിഷൻ്റെ സമയത്ത് നമുക്ക് എന്ത് വേണം? നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് നമുക്ക് എബിറ്റ രീതിയിൽ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 30% നമുക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഈ രീതി നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയും മെസ്സേജ് അയക്കുക, കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് ഇനിയും കാണാം. ഈ വീഡിയോ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.